ഭാരത സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും സാമൂഹിക തിന്മകളെയും ലജ്ജിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക ഔന്നത്യത്തെ ആഹ്ലാദിക്കുന്ന പരിഷ്കൃത സമൂഹത്തെ കാർന്നു തിന്നുന്ന വലിയൊരു വിപത്തിന്റെ നേർക്കാഴ്ചയിൽ നിന്നും ഒരു അല്ലെങ്കിൽ #. ഇന്നത്തെ ഭാഷ കൊണ്ടത് പോലെയല്ല. അടിപൊളി സ്മെല്ല. സുന്ദരി അവനെ കുറച്ച് കഷ്ടപ്പാടൊക്കെ അങ്ങനെ എളുപ്പം പറ്റൂ. നോക്ക്, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫേസ്ബുക്കിൽ ജോയിൻ ചെയ്യാൻ മറന്നോ? ഓർമ്മയില്ല. അതാണ് പ്രശ്നം. അന്നേ പറഞ്ഞതാ ഇതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോ ചെയ്യണം കേട്ടോ. മാറ്റി എന്നാ വരുമേ ഇവിടെ വരാൻ തന്നെ സുന്ദരായിട്ടല്ലോ. നീ എന്നാ അടുക്കുന്നേ? എന്താ എന്നതാ കുമ്മച്ചീന്ന് ചോദ്യം. നിന്റെ പെങ്കൊച്ചിനെ മര്യാദയ്ക്ക് വായിക്കാൻ നിനക്ക് കൊള്ളാം. അമ്മച്ചിക്ക് എന്തിന്റെ കേടാ പറഞ്ഞാ മനസ്സിലാവില്ലേ? ജേമി നമ്മുടെ പയ്യനില്ലയോ? അതേടാ, എന്റെ അനിയത്തിയുടെ മോൻ തന്നെയാ. നിനക്ക് ഓർമ്മയുണ്ടോ? അതിയാനുണ്ടായിരുന്നപ്പോ ഈ കുരുക്കം കെട്ടവനെ കുടുംബത്തിൽ കേട്ടിട്ടുണ്ടോ? അപ്പച്ചന് പണ്ടേ ആരെയും ഇഷ്ടമല്ല. ഇനി അമ്മച്ചിയുടെ തുടയ്ക്കൂ. അറിയാത്ത പിള്ള ചൊറിയും പറയും. ഓ ഞാനിവിടെ ഇറങ്ങിയ അതിലൊന്നൊന്നര ഇറക്കായിരിക്കും. പിന്നെ തിരിച്ച് കയറിയാലും ഒന്നിനായിട്ടാ ഞാനിവിടുന്ന് പോ. ഞാൻ ഇറങ്ങാതെ പോവാണോ?
വരം പറഞ്ഞേ. ഒന്ന് ഇവിടെ വരെ വരാൻ പറ, നീ ഒന്ന് വിളിക്കുക. വിളിക്കടി. ആനി ചേച്ചി, ആനി ചേച്ചി. ആ അമ്മച്ചി, എന്നതാ അമ്മച്ചി? ഇവിടത്തെ കാര്യമൊക്കെ നീ അറിഞ്ഞില്ലേടി കൊച്ചേ? ആനി ചേച്ചിക്ക് അറിയോ, കഴിഞ്ഞ മാസം അവൾ 6 ദിവസമാണ് സ്കൂളിൽ വരാതിരുന്നത്. ആ ദിവസങ്ങളിലെല്ലാം ഞാൻ ഇവിടെ ഫോൺ ചെയ്തപ്പോൾ ആരും ഫോൺ എടുത്തിട്ട് അവൾക്ക് അസുഖമാണെന്ന് പറഞ്ഞു. കൊച്ച ഇവിടുന്ന് എല്ലാ ദിവസവും സ്കൂളിൽ വന്നിട്ടുണ്ട് രഞ്ജിനി. ഇന്നാണ് ഞാൻ അറിയുന്നത് അത് വിൻസെന്റ് ചേട്ടനല്ല എന്ന്. ആ നമ്പർ ഒന്ന് വിളിച്ച് നോക്കാനില്ലേ? സ്റ്റെല്ലിൽ തന്ന നമ്പർ ആയിരുന്നു അമ്മച്ചി. അത് ഞാനും എവിടെ സ്റ്റെല്ല എവിടെ? നമുക്ക് സ്റ്റെല്ലെ കാണാം. ഡോക്ടർ വന്നിട്ടുണ്ട്. എന്ത് പറ്റി ഡോക്ടറെ? ഞാൻ സ്റ്റെല്ലോട് സംസാരിക്കുകയായിരുന്നു. എൻ്റെ ഇനിഷ്യൽ അസസ്മെന്റിൽ എനിക്ക് മനസ്സിലായത് 1 മാസമാണ് സ്റ്റെല്ല സീരിയസ് ഡോക്ടറെ എനിക്ക് വൈകിട്ടില്ല. എൻ്റെ കൗൺസിലിങ്ങിന്റെ ആദ്യ സ്റ്റേജിൽ തന്നെ മോൾ വളരെ ഹോപ്പ്ഫുള്ളായി റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വിഷമിക്കേണ്ട. അവക്ക് എന്തിന്റെ കുറവാണ്? അത് വിൻസെന്റ് സാർ, നിങ്ങൾ എന്ത് നൽകി എന്നുള്ളതല്ല. ഇറ്റ്സ് അബൌട്ട് വാട്ട് ഷീ വാസ് ലുക്കിംഗ് ഫോർ, ഹർ ഐഡന്റിറ്റി. ഇന്ന് പല കുട്ടികളിലും കണ്ടുവരുന്ന ഒരു ഇൻവിസിബിൾ സ്ട്രഗിളാണ് ആൻ ഐഡന്റിറ്റി ക്രൈസിസ്. അവരെ കേൾക്കാനും മനസ്സിലാക്കാനും നിലനിർത്തിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് അവരുടെ കുടുംബത്തിലോ സോഷ്യൽ സർക്കിളിലോ ഒന്നും കണ്ടെത്താതെ വരുമ്പോൾ അവർ മറ്റെവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചു പോകുന്നു. ഇവിടെ നമ്മുടെ സ്റ്റെല്ലയുടെ കാര്യത്തിൽ ഷി വാസന്റ് ലുക്കിംഗ് ഫോർ ഡ്രഗ്സ്, ഷി വാസ് ലുക്കിംഗ് ഫോർ ബിലോങ്ങിങ്. അവളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ അന്വേഷിക്കുകയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷി ട്രസ്റ്റ് എ റോങ് പേഴ്സൺ. ബട്ട് താമസിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് കിട്ടിക്കാം അവളെ മനസ്സിലാക്കാനും അവളെ അടുത്തിരിക്കുവാനും. സോ ടോക്ക് ടു ഹർ വിതൗട്ട് എനി ജഡ്ജ്മെന്റ്. ഓക്കെ, ഗിവ് യുവർ ഫുൾ സപ്പോർട്ട്. താങ്ക് യു ഡോക്ടർ. ഇന്ന് ഇപ്പൊ തന്നെ എൻ്റെ സെഷനിൽ എന്ത് നന്നായിട്ടുണ്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും നാളെ അറ്റ്ലീസ്റ്റ് എല്ലാവരും തിരിച്ചു കൊടുക്കും. താങ്ക് യു ഡോക്ടർ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങി. ആയിക്കോട്ടെ. താങ്ക് യു. രജനിയായിട്ട് ക്ലാസ് ടീച്ചർ ആയ പിന്നെ ഭയങ്കര ഇഷ്ടമില്ല. ഞാൻ സ്കൂൾ ബസ്സിൽ വന്നതാ. അവള് സ്കൂൾ ബസ്സിലൊന്നും വരണ്ട, ഞാൻ പോയി കൊണ്ടുവന്നോളാം അവളെ. പിന്നെ എന്നാത്തിനാടാ ബസ്സിന് പൈസ കൊടുക്കാതെ? അത് ശരിയാ. നോക്കട്ടോ അമ്മച്ചി. 20ഓളം ചെറുപ്പക്കാരാണ് അറസ്റ്റിലായിരിക്കുന്നത്. സുമേഷ് ജെയിംസ് അഗസ്റ്റിൻ എന്ന ജെയ്മി എന്നറിയപ്പെടുന്ന ആളാണ് ഹാഷ്ടാഗ് എന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻ. ഇയാൾ ഇപ്പോൾ ഒളിവിലാണെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. ഇയാളെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ക്യാമറമാൻ രമേശിനോടൊപ്പം പത്തനംതിട്ടയിൽ നിന്നും രാജേഷ്. അമ്മച്ചി, നമ്മുടെ ജെയ്മി. ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ കുരുത്തം കെട്ടവനെ കുടുംബത്ത് കയറ്റാൻ കൊള്ളൂലാന്ന്. ആ കുരുത്തം കെട്ടവന്റെ പേര് പോലും ഈ കുടുംബത്ത് കേൾക്കണ്ട. നാശിപ്പ്. ഓള് ബസ്സിന് വന്നു. അവൾ തിരിച്ചു വരുമ്പോഴേക്കും അവൾക്ക് ഇഷ്ടമുള്ള പാസ്യൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. എന്നാ ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ടാറ്റാ ഗൈസ്. ടാറ്റാ ടാറ്റാ ടാറ്റാ.
എടുത്തിട്ട് പോണു. ഇത് ഒരാളുടെ കഥയല്ല, ഒരു കുടുംബത്തിന്റെ ദുരവസ്ഥയല്ല, ഇന്നിന്റെ ശാപമാണ്. കുടുംബങ്ങളിൽ നിന്നും സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നുമുള്ള ചൂഷണങ്ങൾക്ക് തടയിടാനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമ്മെ തന്നെ രക്ഷിക്കാം. നാളെയുടെ വാഗ്ദാനങ്ങൾക്കായി ഇന്നിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാം. നന്ദി. I sustain myself with love of my family. Thank you.